ഇന്ന് നമുക്ക് ഇവിടെ ഒരു പ്രോട്ടീൻ സൂപ്പ് ഉണ്ടാക്കാം. ചിക്കനും സ്വീറ്റ് കോണും അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ പെപ്പറും ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റോക്കോടെ. അതിൻ്റെ സ്റ്റോക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് കോണ് അതേമാതിരി ബട്ടറും ഉപ്പും മുളക് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 എഗ് വൈറ്റ്, പിന്നെ ഒരു ലെമണിൻ്റെ ചാറ്, കുറച്ച് ഇത് കോൺഫ്ലവറിൻ്റെ മാവ് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അണ്ടിപ്പരിപ്പ് അത് താളിക്കാനായിട്ട്. പിന്നെ അവസാനം മല്ലിയില, ബട്ടർ. ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിന്ന് ഇത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇതിട്ടിട്ടൊന്ന് മൊരിച്ചിട്ട് വേണം അതൊക്കെ ഓരോന്നിട്ട് ഉണ്ടാക്കാൻ. ഇതോടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനും സ്റ്റോക്കുണ്ട് ചിക്കൻ. നല്ല വെന്ത തന്നെയാണ്. ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. സ്വീറ്റ് കോണും വേവിച്ച് വെച്ചതാണ്. ഉപ്പും ഉപ്പും പെപ്പറും ബട്ടറും കൂടി വേവിച്ച് വെച്ചതാണ്. എരിവും ഉപ്പൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് തിളക്കട്ടെ. നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. അതൊന്ന് അതിൽ കിടന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പെപ്പറും കുരുമുളക് പൊടിയിടാം. അല്ല, ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും തെറ്റിയ പറയുന്നത്. ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ചിട്ടു. ഇറച്ചിയിൽ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചാണ്, എല്ലാത്തിലും ഇട്ടുണ്ട്. കുറച്ച് ലെമണിൻ്റെ ചാറ് ഒഴിക്കാം. ഇതൊന്ന് കുറുകി വരാനായിട്ട്, സൂപ്പ് തിക്കാവാനായിട്ട് 1 സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചത് ഒഴിക്കും. ഇപ്പം ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ അതിടാം. കുറച്ച് പോരായിട്ടുണ്ട്. അധികമാവാൻ പാടില്ല കേട്ടോ ഉപ്പ്. ഇത് നല്ല തിളയ്ക്കുമ്പോൾ എഗ് വൈറ്റ് ഒഴിച്ച് മൂടി വയ്ക്കണം. ഇത്ര പണിയല്ല. ഒന്ന് തിളയ്ക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ട കോൺ സ്റ്റാർച്ച് ഒഴിച്ചപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള തിക്ക്. അധികം ഒഴിക്കരുത്. കോൺ സ്റ്റാർച്ച് കുറച്ച് ഒഴിക്കണം, അല്ലെങ്കിൽ ഭയങ്കര തിക്കാവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. 1 സ്പൂൺ ഇടാൻ പാടുള്ളൂ. നമുക്ക് എഗ് വൈറ്റ്
പതുക്കനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉപ്പും എല്ലാം നോക്കാം. അപ്പം നമുക്ക് ഉപ്പുണ്ടോന്ന് കറക്റ്റായിട്ട്. എല്ലാം കറക്റ്റാണ്ട്, സൂപ്പറാണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതോടെ ശരിയായിട്ടുണ്ട്. കുറച്ച് നേരം മൂടി വെച്ചാൽ നമുക്ക് ചൂടാറി കറക്റ്റ് ചൂടിൽ, ഇളം ചൂടിൽ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. വിശപ്പ്, നല്ല പ്രോട്ടീൻ്റെ കലവറയാണ്. പ്രോട്ടീൻ സൂപ്പ് എന്നേ പറയാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.